കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. അപ്പോൾ ഇന്നാണ് ശരിക്കും പോകാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പോയതല്ലായിരുന്നു, വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങളിവിടെ കൊച്ചി എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണി 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഞങ്ങൾ റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയതിനു ശേഷം പിന്നെ എൻ്റെ ബർത്ത്ഡേ കൂടെ ആയതുകൊണ്ട് ഞങ്ങളൊരു കേക്ക്, ചെറിയൊരു മിനി കേക്ക് വാങ്ങിച്ചൊന്ന് കട്ട് ചെയ്യാൻ വെച്ചു. അങ്ങനെ നേരെ വിട്ടത് ഹണി സ്പെഷ്യൽ കേക്കിലേക്കായിരുന്നു. ഇവിടുത്തെ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പല ഫ്ലേവറിലുള്ള കേക്കുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ടേസ്റ്റ് ആയാലും ക്വാണ്ടിറ്റി ആയാലും എല്ലാം കൊണ്ട് പ്രൈസ് ആയാലും അടിപൊളിയായിരുന്നു. എന്തായാലും അതൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ വായിൽ തരിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കേക്കായിരുന്നു. എന്തായാലും ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഷവർമ്മയോട് കഴിച്ചിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി നോക്കിയപ്പോഴേക്കും ലുലു മാൾ ക്ലോസ് ചെയ്തിരുന്നു. ഏകദേശം അതിനുള്ളിലുള്ള എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ വല്ലാണ്ട് അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കാൻ നിന്നില്ല. നേരെ റൂമിലോട്ട് വന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നല്ലൊരു കോഫി ഉണ്ടാക്കി. ഇങ്ങനെ തന്നെയാണോ ഇത് ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആവശ്യത്തിലുള്ള മധുരവും പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒരു കോഫി അങ്ങ് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ട്രൈപോഡ് ഒരു കംപ്ലയിൻറ്റ് പറ്റിപ്പോയി. അത് ശരിയാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ എടുത്ത റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് വിൻഡോ വ്യൂ ഉള്ള ഒരു റൂമിനെ കിട്ടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞങ്ങൾ കഴിച്ചത് നല്ല ചിക്കൻ ബിരിയാണിയും അതുപോലെ ബീഫ് ഫ്രൈ ആയിരുന്നു. ഒന്നാമത് എന്താ വെച്ചാൽ ഞങ്ങളിത് കഴിക്കുമ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ട്, 11 മണിക്ക് ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട്. നമ്മളെ എൻട്രി ടൈം എന്ന് പറയുന്നത് വണ്ടർലയിൽ 11 മണി മുതൽ 7 മണി വരെയാണ്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 11:30 11:45 ആയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്വീകരിക്കാനൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണം. ഒന്നിലും കയറിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് പോയി നോക്കണം. പിന്നെ അവിടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ അവിടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 400 റുപ്പീസാണ്. നമ്മൾ 100 റുപ്പീസ് നമുക്കതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചവർ തരും. അങ്ങനെയാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് പൂളിലൊന്നും രാവിലെ ആരും കളിക്കുന്നൊന്നുമില്ല, കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ. നമ്മൾ പൂളിലൊക്കെ ഇറങ്ങുന്നതല്ലേ, അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള നൈലോൺ ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ ഒരുവിധം എല്ലാ റൈഡിലും മാക്സിമം കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, മാക്സിമം കയറിയിട്ടുണ്ടേ. പക്ഷേ എല്ലാ റൈഡിലും നമ്മൾ കയറുമ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു. എല്ലാ റൈഡിലും ഒരു 45 to 50 മിനിറ്റ്സ് നമ്മൾ ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാണുന്ന സാധനത്തിൽ ഞങ്ങളൊന്ന് കയറി കേട്ടോ. 360 ഡിഗ്രിയിൽ കറങ്ങുന്ന സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ സാധനത്തിൽ ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിൽ കയറാൻ വേണ്ടി ഭയങ്കര ക്യൂ പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു. 1 മണിക്കൂറിനധികം ഞങ്ങൾ ക്യൂ നിന്നിട്ടതിന് ശേഷമാണ് നമുക്കതിൽ കയറാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൽ ഒറ്റ റൈഡിൽ ഏകദേശം 30 ആളുകൾ കൊള്ളുന്ന രീതിയിലാണ് കേട്ടോ ഇത്. പിന്നെ അവിടെ ലക്കി ഗെയിം സെക്ഷൻ ഉണ്ടായിരുന്നേ. നമ്മൾ ബോൾസും കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്ന സംഭവമില്ലേ, ഞങ്ങളറിഞ്ഞ് ഞങ്ങൾക്കൊന്നും കിട്ടില്ല. ഈ ഗെയിമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 150 രൂപയ്ക്ക് നമുക്ക് 2 ബോൾസാണ് കിട്ടാം. ആ 2 ബോൾസും ആ പാത്രത്തിനുള്ളിൽ വീഴണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു റൈഡിലൂടെ കയറാൻ പോയി. ഞങ്ങളല്ല, ഞാൻ മാത്രമാണ് കയറിയത്. പക്ഷേ അതെനിക്ക് എനിക്കൊന്ന് കിഡ്സിനൊക്കെ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട്. പിന്നെ അവിടെ ഒരു ലോങ് ക്യൂ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കി. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് അതിൽ നിന്ന് കയറാൻ പറ്റിയത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അതൊരു 3D ഗ്ലാസ് നമ്മൾ വെച്ചിട്ട് ഒരു 3D സീൻസാണ് അതിൽ. ഒരു കാട്ടിലൂടെ നമ്മൾ പോയിട്ടുള്ള അങ്ങനത്തതായിരുന്നു. വിശക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ ലൈറ്റായിട്ടൊന്ന് കഴിക്കാൻ പോയി. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പൂളിലും ഈ വാട്ടർ സംഭവങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഒരു 6 മണിയായ സമയത്ത് അവിടെ ഒരു ഡിസ്കോ ഡാൻസ് ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടും ഉണ്ട്, അല്ലാതെ സെപ്പറേറ്റ് ഗേൾസിനും ബോയ്സിനും ആയിട്ടുമുണ്ട്. അങ്ങനെ ഫാമിലിയുടെ ഷോ 6 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് സംഭവം എന്തായാലും അടിപൊളിയാണ്. നമ്മൾ കുറേ പേര് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു അഡ്വഞ്ചർ ടാസ്ക് എന്നൊക്കെ പറയാൻ പറ്റും. ഫുള്ള് കയറുകൊണ്ട് കയറ്റിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലൂടെ നമ്മൾ കയറി പിടിച്ച് കയറി അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് തിരിച്ച് അതുപോലെ റിട്ടേൺ വരാതായിരുന്നു. ഞാൻ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നേ. കുറേ കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒന്നാമത് ഫോണിൽ വെള്ളമൊക്കെ കയറില്ലെന്ന് ചോദിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ഞങ്ങളൊരു ബീഫും കപ്പയും കഴിച്ചു. അതുകൂടി യാത്ര അവസാനിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.